തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത്. അതിനിടെ വിയ്യൂർ സമാജം റോഡിന് സമീപത്ത് നിന്നും സ്കൂട്ടർ മോഷണം പോയത് ബാലമുരുകന്റെ രക്ഷപ്പെടലുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒരു രാത്രിയും പകലും നീണ്ട തിരച്ചിലിലും ബാലമുരുകനെ കുറിച്ച് അന്വേഷണ സംഘത്തിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ല. തിങ്കളാഴ്ച വൈകിട്ട് 9:45 രക്ഷപ്പെട്ട പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കാമെന്നാണ് സംശയിക്കുന്നത്. ഇത് മുന്നിൽ കണ്ട തെങ്കാശി, പൊള്ളാച്ചി ജില്ലകളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കേരളം, തമിഴ്നാട് പോലീസ് സംഘങ്ങളെ ഉൾപ്പെടുത്തി വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ടാണ് പരിശോധന. ഇന്നലെ രാത്രി വിയ്യൂർ മണലാർക്കാവ് ക്ഷേത്രത്തിനടുത്ത് സമാജം റോഡിൽ നിന്നും സ്കൂട്ടർ മോഷണം പോയി. പ്രദേശവാസിയായ TK സുരേന്ദ്രന്റെ സ്കൂട്ടറാണ് മോഷണം പോയത്. കഴിഞ്ഞ വർഷം പ്രതി രക്ഷപ്പെട്ടത് പ്രദേശത്തെ വീട്ടിൽ നിന്ന് മോഷണം നടത്തിയ സ്കൂട്ടറിലായിരുന്നു. ഇതിന് സമാനമായ നീക്കം ഇത്തവണയും പ്രതി ആവർത്തിക്കാനിടയുണ്ടെന്നാണ് പോലീസ് കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ മോഷണം പോയ സ്കൂട്ടറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും CCTV ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കിയും അന്വേഷണം നടത്തുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് രാത്രി 9 മണിക്ക് വൈഫ് ഗേറ്റ് അടച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കിടന്നു രാത്രി 11 മണിയായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷമായിരിക്കാം കൊണ്ടുപോയിണ്ടായിരിക്കുക. നമുക്ക് ഇന്ന് സ്കൂട്ടറിൽ ചാവി ഉണ്ടായിരുന്നു, ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, ഒരു 200 രൂപയുടെ പെട്രോൾ ഉണ്ട് അതിനകത്ത്. CCTV വീട്ടിലില്ല. ഞാൻ വീട്ടിലിറങ്ങി സാധാരണ കാലത്ത് 6 മണിക്ക് എനിക്കിപ്പോൾ സ്കൂട്ടറില്ല, അത്ര ഉള്ളൂ. അപ്പോൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. 6 വർഷത്തോളം വിയ്യൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിഞ്ഞിരുന്ന ബാലമുരുകനെ മറ്റൊരു കേസ് അന്വേഷണത്തിനായി കഴിഞ്ഞ മാസം 26-നാണ് തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. അന്വേഷണം പൂർത്തീകരിച്ച് തിങ്കളാഴ്ച വൈകിട്ട് സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുമ്പോഴാണ് പ്രതി പോലീസ് ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടത്. ന്യൂസ് മലയാളം, തൃശൂർ.